तारक मेहता का उल्टा चश्मा। കൂട്ടുകാരെ, ഇപ്പൊ നമ്മള് ബിജിലിയെ കിഡ്നാപ്പ് അല്ല ചെയ്യേണ്ടത്, പകരം അവളെ സഹായിക്കാണ് വേണ്ടത്. പക്ഷെ ഹരിയ കണ്ട നമ്മളെ പിടിച്ച് കെട്ടിയിടില്ലേ? ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ടപ്പു. അയ്യോ, ഇതെങ്ങനെ കെട്ടഴിഞ്ഞത്? നിങ്ങളായിരുന്നോ? അല്ല, ഈ കുട്ടികൾ എങ്ങനെ ഇവിടെ വന്നത്? എടാ മോക്കറി! ഞാൻ ഇപ്പൊ വീഴും, എന്നെ ഒന്ന് പിടിച്ചോളേ. ഓ താങ്ക് യു ബിജിലി. ഈ കരുമാക്കി എരുമയെ പിടിച്ച് കെട്ടിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നിന്റെ ഈ അഹങ്കാരത്തിന് ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ അടങ്ങിയിരിക്കുന്ന ഒരു പ്രശ്നമില്ല. എടി കരുമാക്കി എരുമേ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. നിങ്ങളത് കണ്ടോ? ഹരിയാതെ ബിജിലിയെ തല്ലാൻ വേണ്ടി വടിയും കൊണ്ട് ഓടുന്നു കണ്ടില്ലേ? എന്നാ വാ, നമുക്കിവിടെ എത്ര വേഗം സ്ഥലം വിടാം. അല്ല ഫ്രണ്ട്സ്, നമ്മളിന്ന് ബിജിലിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ലെറ്റ്സ് ഗോ. നിക്കവിടെ, അങ്കിൾ ബിജിലിയെ തല്ലരുത്. ബീച്ചിലേക്കുള്ള പണി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാ തല്ലുകൊള്ളാൻ പോകുന്നേ, കുറെ തല്ലിപ്പൊളി പിള്ളേര്. എടാ ഗോഗി, നീ എന്തായി ചെയ്യുന്നേ? ഇന്ന് ഭയങ്കര ചൂടാ. ശരിയാ ടപ്പു, ബിജിലിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവക്ക് പനിയോ മറ്റോ വന്നാലോ? എന്നാ പിന്നെ നമുക്ക് ബിജിലിയെ കുളിപ്പിക്കാല്ലേ? പക്ഷെ കുളിപ്പിക്കാനുള്ള വെള്ളം നമ്മൾ എവിടുന്ന് കൊണ്ടുവരും? വെള്ളം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ ബിജിലിയെ നമുക്ക് വെള്ളത്തിനടുത്ത് കൊണ്ടുപോകാലോ. അത് ഉഗ്രൻ ഐഡിയ. വരൂ. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം സാറേ. അതൊന്നും സാരമില്ല ഏട്ടാ. ഇതിലെ ആ കറുത്തൂരിന്റെ ബിജിലി പോണ കണ്ടായിരുന്ന? അതിപ്പോ കറണ്ട് പോയിട്ട് കുറെ നേരം ആയല്ലോ. എത്ര നേരമായി? ഒരു 5-6 മണിക്കൂറായി കാണും. 5-6 മണിക്കൂറായിരുന്നോ? പക്ഷെ തൊഴുത്തിന്ന് ബിജിലി പോയിട്ട് 2 മണിക്കൂറല്ലേ ആയുള്ളൂ. പിന്നെങ്ങനെയാ? ഇവിടെ കറണ്ട് പോയിട്ട് 5-6 മണിക്കൂറായി. ചൂടാണെങ്കിൽ അങ്ങോട്ട് സഹിക്കാനും പറ്റുന്നില്ല. നിങ്ങളിപ്പോ ഏത് ബിജിലിയുടെ കാര്യം ഈ പറയുന്നേ? ഞാൻ അവിടുത്തെ ബൻസി ചേട്ടന്റെ ബിജിലി എരുമയുടെ കാര്യമാണ് ഈ പറയുന്നത്. എന്റെ പൊന്ന് ചേട്ടാ, ഈ കറണ്ട് എല്ലാം ഒന്നല്ലേ. ബൻസി ചേട്ടനും ബിജിലി ചേച്ചിക്കും എല്ലാം ഒരു കറണ്ടേ കിട്ടൂ. ഇത് കണ്ടോ, കറണ്ടോ ശരിക്ക് വരില്ല, പക്ഷെ ബില്ലിന് ഒരു കുറവും ഉണ്ടാവില്ല. എടോ, ഞാൻ പറഞ്ഞ ബിജിലി അതല്ല, ഞാൻ ബെൻസി ചേട്ടന്റെ ബിജിലി എരുമയുടെ കാര്യമാണോ പറഞ്ഞത്. അതിനെ താൻ കണ്ടായിരുന്നോ?
എടോ ഇതിലെ ഏതെങ്കിലും എരുമ പോകുന്ന താൻ കണ്ടായിരുന്നോന്നാ ചോദിച്ചത്. എരുമ പോയതൊന്നും കണ്ടില്ല, പക്ഷെ വരുന്നത് ഞാനിപ്പോ കാണുന്നുണ്ട്. നീ എന്താ പറഞ്ഞേ? ദേ പോയി. ഹേയ്, ബിജിലി! ദാ വന്നു. നിക്ക് ആരെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ. കാവൽക്കാരിയൊന്നും കാണുന്നില്ല. ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നത് കണ്ടാലേ എനിക്കൊന്ന് സിഗ്നൽ തരണം. തപ്പു, 2 കാവൽക്കാർ ഈ വഴി കൂടി വരുന്നുണ്ട്. ചേടാ ബിജിലി, ഒന്ന് വേഗം മേളിലോട്ട് കേറി വാ. എരുമ! ലാത്തി എടുത്ത എരുമയെ ഇവിടുന്ന് അടിച്ച് ഓടിക്കാൻ നോക്കണോ? എടാ ടപ്പു, ശരിക്കും തുടച്ചു കൊടുക്ക്, അല്ലെങ്കിൽ ബിജിലിക്ക് ജലദോഷം പിടിക്കും. നിന്നെ എന്റെ കൈ കിട്ടിയിടി കരുമാക്കി എരുമേ. അടിച്ച് നിന്റെ പോറോ എന്ന് ഞാൻ പൊളിക്കൂടി. എന്റെ ചേട്ടൻ മുതലാളി, ഈ കുട്ടിച്ചാത്തന്മാരെല്ലാരും കൂടി ചേർന്ന് ആ വിജിലിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. നീ കള്ളം പറയരുത് ഹരിയാൻ. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നീ എന്റെ ബിജിലിയായിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഈ കുട്ടികളൊക്കെ കൂടി ചേർന്നാ എന്റെ ബിജിലിയുടെ ജീവൻ രക്ഷിച്ചത്. സബാഷ് ടപ്പുസേന. എന്റെ ബിജിലിയെ ദ്രോഹിച്ചതിന് ഞാൻ നിനക്കിട്ട് തരുന്നുണ്ട്. മാറി നിന്നോ മുതലാളി, ഇല്ലെങ്കിൽ ബിജിലിക്ക് കൊടുത്തതിന്റെ ബാക്കി നിങ്ങൾക്കും കൂടെ കിട്ടും. നിങ്ങളുടെ ഈ എരുമയുണ്ടല്ലോ, അത് ഈ കുട്ടികളുടെ കൂടെ ചേർന്ന് എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. നോക്കിക്കോ, ഇന്ന് ഞാൻ ഒറ്റൊരെണ്ണത്തിന് വിടാൻ പോകുന്നില്ല. എടാ, ഞാൻ നിന്നെ ഇടിച്ച് ചമ്മന്തിയാക്കും, പറഞ്ഞേക്കാം. വേണ്ട സോനു അങ്കിൾ, ഇത് ഞങ്ങളെ തമ്മിലുള്ള ഫൈറ്റാ. ഇത് ടപ്പുസേനയുടെ അഭിമാനത്തിന്റെ പ്രശ്നാ. ടപ്പുസേന, ടപ്പുസേന, ടപ്പുസേന. നമ്മളോടാ കളി. എങ്ങനെയുണ്ട്? ഒറ്റത്തട്ടിന് കുട്ടിപ്പട്ടാളം തെറിച്ചു പോയത് കണ്ടില്ലേ? അപ്പൊ നിനക്കൊന്നും പാല് കുടിക്കുന്ന ശീലമില്ല അല്ലേ?
Don't underestimate Tappu Sena. നിങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നെ ഒന്നും ചെയ്യല്ലേ. എന്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് പറ്റിപ്പോയൊരു തെറ്റാണ് കുട്ടികൾ. മോനെ ടപ്പു, പാല് കുടിച്ചാൽ നല്ല ശക്തി കിട്ടുമെന്ന് അതെ മനസ്സിലായില്ലേ? മുത്തശ്ശ, ഇന്ന് മുതൽ ടപ്പു സേനയിലുള്ള എല്ലാവരും ദിവസവും പാല് കുടിക്കും. Promise.